ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോ കുറച്ച് സ്പെഷ്യലായ ഒരു റെസിപ്പിയാണ്. ബേബി ഫ്രണ്ട്ലി സദ്യയിലെ റെസിപ്പി നമ്പർ 3 ഓലൻ. ഈ സീരീസിൽ ഞാൻ കുഞ്ഞിന് വേണ്ടി ആദ്യമായി ഉണ്ടാക്കിയ സദ്യ ഡിഷ് ഓലനാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. പക്ഷേ റിസൾട്ട് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. എൻ്റെ കുഞ്ഞിത് ഒരുപാട് എൻജോയ് ചെയ്താണ് കഴിച്ചത്. പ്രത്യേകിച്ച് കോക്കനട്ട് മിൽക്കിൻ്റെ ആ ടേസ്റ്റും അതിൻ്റെ ഒരു യുണീക്ക് ഫ്ലേവറും അതൊക്കെ ആയിരിക്കാം കാരണം. സോ ഐ റിയലി ഹോപ്പ് ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെയും ഫേവറേറ്റായി മാറട്ടെ. വിത്തൗട്ട് എനി ഫർദർ ഡിസ്കഷൻ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഓലൻ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ആവശ്യം കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ എന്ന് പറയുന്ന അഷ്ഗോഡാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വിളഞ്ഞ ഇളവനാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മാത്രം എടുത്താൽ മതി. അത് കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതാക്കി ഒരു ഫിംഗർ ഫുഡിൻ്റെയൊക്കെ സൈസിലുള്ള പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ടിന് കുറച്ച് വെള്ളം ചേർത്ത് മിക്സറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അത് നന്നായി പിഴിഞ്ഞിട്ട് ഫസ്റ്റ് മിൽക്ക് എടുത്ത് മാറ്റി വയ്ക്കും. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വീണ്ടും പിഴിഞ്ഞിട്ട് രണ്ടാം പാലെടുക്കും. ഈ രണ്ടാമത്തെ പാലാണ് ആദ്യം ഉപയോഗിക്കുന്നത്, കാരണം അതാണ് കുറച്ചുകൂടി തിന്നായിട്ടുള്ളത്. അരിഞ്ഞു വെച്ച ഇളവനിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളവൻ നല്ല സോഫ്റ്റായി കുക്കായി രണ്ടാം പാലിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയ ശേഷം നമുക്ക് മാറ്റി വെച്ച തിക്കായിട്ടുള്ള ആദ്യത്തെ പാൽ ഉപയോഗിക്കാം. ആദ്യത്തെ പാൽ ചേർത്ത ശേഷം ഒരുപാട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മാക്സിമം നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വറ്റിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ പാൽ ഒഴിക്കാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാൽ ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ട ഏത് കൺസിസ്റ്റൻസി ആണോ അതനുസരിച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കാം. ഞാനിവിടെ കുഞ്ഞിന് വേണ്ടി മീഡിയം കൺസിസ്റ്റൻസി ആണ് റെഡിയാക്കിയത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓലൻ്റെ ടേസ്റ്റിലെ ഒരു ചെറിയ ഹൈലൈറ്റ് തന്നെയാണ് ഈ വെളിച്ചെണ്ണ. ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഓൾറെഡി എൻ്റെ വീട്ടിലിത് ഫേവറേറ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പല ആൾക്കാരും ഓലൻ ഉണ്ടാക്കുമ്പോൾ പയർ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ പയർ യൂസ് ചെയ്തില്ല. നമ്മളും വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, പയർ അവോയ്ഡ് ചെയ്തിട്ട്. ഞാൻ കുഞ്ഞിന് പയർ വെച്ച് മറ്റു കറികളും പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആക്കിയിട്ടുള്ളൊരു ഓലൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കുട്ടിക്ക് കഴിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പയറും കൂടെ വേവിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കൊടുത്തപ്പോഴും അവൻ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നീടും ഇതുണ്ടാക്കിയിരുന്നു. വേറെ ഡിഷസ് കൊടുക്കുമ്പോൾ കാണിക്കുന്നതിലും കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിന് കാണിച്ചത് കൊണ്ടാണ് ബേബി ഫ്രണ്ട്ലി സദ്യയിലെ ഹൈലൈറ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞത്. മേ ബി അവന് കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമായി കാണും. സോ റെസിപ്പി നമ്പർ 3 ഓലൻ, അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആകുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഫേവറേറ്റ് ആയാൽ കമൻറ്റ് ചെയ്ത് പറയണം. ഇനി ഇന്നത്തെ ഒരു ചെറിയ ടൈം സേവിങ് ടിപ്പ് കൂടി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഓരോ ഡിഷും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓരോ റെസിപ്പിക്കും വേണ്ടി പ്രത്യേകം തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിന് പകരം അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിലും തേങ്ങാപ്പാൽ ആവശ്യമെങ്കിൽ ഒരുമിച്ച് അത് ഉണ്ടാക്കി 2 റെസിപ്പിയിലും യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാം. ഈ സദ്യയിൽ ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസ് വരാനുണ്ട്. അതുകൊണ്ട് അടുത്ത റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് അറിയാനും നമ്മുടെ ബേബി ഫ്രണ്ട്ലി സദ്യ പതുക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാനും ഫോളോ ചെയ്ത് കൂടെ കൂടണം. കൂടുതൽ റെസിപ്പീസ് ഷെയർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞിന് പറ്റുന്ന രീതിയിൽ ഈ ഓണത്തിനൊരു സദ്യ തയ്യാറാക്കാം. റെസിപ്പി നമ്പർ 4മായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.